ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു നല്ല ചായയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വട്ടെങ്കിലും നമ്മൾ കുടിച്ചിരിക്കേണ്ട ഒരു ചായയാണിത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചായയിലേക്ക് ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് എക്സ്ട്രാ ചേർക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഞാൻ കുടിക്കാറുള്ള ഒരു ചായയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചായയാണ്. അപ്പോൾ ഒരു വട്ടം ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു മത്സരത്തിനെ പറ്റിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രൈസ് ഉണ്ടോ എന്നൊക്കെ. പ്രൈസ് ഉണ്ട്. ഒരു ചെറിയ മത്സരമാണ്, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ ഞാൻ അതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ മത്സരത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം. കമ്മ്യൂണിറ്റി തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ഇടുന്ന സമയത്തും വീഡിയോസ് ഇടുന്ന സമയത്തും എനിക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. തീ അങ്ങ് ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഇഞ്ചിയും ഏലക്കായുമാണ്. ഇതിനകത്ത് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെ കുത്തലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനെ വിചാരിക്കരുത്. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഉണ്ടാവുക. ഇഞ്ചി ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ, പക്ഷേ എനിക്ക് ഈ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഓർക്കുക, ഇഞ്ചിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല അധികം. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുപ്പം നല്ലപോലെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നല്ല ടീ കിട്ടുള്ളൂ. അതേപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾ എത്രയാണോ എടുക്കാറുള്ളത് അത്രയും എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിച്ചാൽ മാത്രം പോരാ, ഇത് നമ്മൾ 3/4 ഗ്ലാസ് ഒഴിച്ചില്ല, അത് പകുതിയോളം വറ്റി വരണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ചായ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. ഫുൾ തീയിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ട് അത് പകുതി ആവുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം പകുതി ആയിട്ടുണ്ട്, നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തിളപ്പിച്ചിട്ടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച പാല് തന്നെ ചേർക്കണം. കാരണം നമ്മൾ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം അങ്ങ് തിളപ്പിക്കില്ല. ഒരു 2 തിളയൊക്കെ വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. കുറേ നേരം നമ്മൾ പാൽ ഇതിനകത്ത് ഒഴിച്ച് തിളപ്പിക്കുന്ന സമയത്ത് ഒരു പാലിൻ്റെ ടേസ്റ്റ്, ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. അങ്ങനെ വരാണ്ടിരിക്കാനാണ്. അപ്പോൾ ഈ സമയത്ത് മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇച്ചിരിയും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഇച്ചിരി കുറവാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊടുത്ത് നോക്കിക്കുക. ജ്യൂസോ വേറെ ഒന്നും വേണ്ട, അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അത്ര നല്ല ചായയാണ്. എന്തായാലും നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ അത് ചായ തിളച്ചു, ഞാനതൊരു കപ്പിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള എല്ലാവർക്കും ഒരുവിധം അറിയാമായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്കും പറയുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.